നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു മഹാസമുദ്രം പോലെയാണ്. ചിലപ്പോഴത് അങ്ങേയറ്റം ശാന്തമായിരിക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചുഴലിക്കാറ്റുകളും കൂറ്റൻ തിരമാലകളും നമ്മെ ഭയപ്പെടുത്തിയേക്കാം. പലപ്പോഴും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ വരികയും എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ അടയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടാകും. ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, ഇതാണെന്റെ അവസാന പരാജയം എന്ന് നമ്മൾ വേദനയോടെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ. എന്നാൽ സുഹൃത്തുക്കളെ, പ്രപഞ്ചത്തിന്റെ നിയമം മറ്റൊന്നാണ്. ഇരുട്ട് അതിന്റെ പരമാവധിയിലെത്തുമ്പോഴാണ് പ്രഭാതം ഏറ്റവും അടുത്തെത്തിയെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരു വില്ലിൽ നിന്ന് അമ്പ് ഏറ്റവും വേഗതയിൽ ദൂരേക്ക് കുതിക്കണമെങ്കിൽ അതിനെ പരമാവധി പിന്നിലേക്ക് വലിച്ചു മുറുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വലിയ വലിമുറുക്കം അല്ലെങ്കിൽ കഠിനമായ സമ്മർദ്ദം നിങ്ങൾ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ കഠിനമായ പോരാട്ടത്തിന്റെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്നും അവിശ്വസനീയമായ ഒരു ഉയർച്ച നിങ്ങളെ തേടി വരുന്നു എന്നും പ്രപഞ്ചം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചില രഹസ്യ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുമ്പോൾ പ്രപഞ്ചം ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള അനാവശ്യങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി നിങ്ങൾ വല്ലാതെ വിശ്വസിച്ചിരുന്ന പലരുടെയും മുഖമൂടികൾ അപ്രതീക്ഷിതമായി അഴിഞ്ഞു വീഴും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ കൂടെയുണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയവരോ ആയ ആളുകൾ നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയോ നിങ്ങളെ പരസ്യമായി തരം താഴ്ത്തി സംസാരിക്കുകയോ ചെയ്തേക്കാം. ഇത് കേൾക്കുമ്പോൾ കഠിനമായ വേദന തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു പുതിയ മനോഹരമായ വീട് പണിയുന്നതിനു മുൻപ് അവിടെയുള്ള പഴയതും ദ്രവിച്ചതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പുതിയ ഐശ്വര്യപൂർണമായ അധ്യായത്തിൽ കൂടെയുണ്ടാകാൻ അർഹതയില്ലാത്തവരെ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുകയാണ്. അവരോട് യുദ്ധം ചെയ്യാനോ പ്രതികാരം ചെയ്യാനോ പോയി നിങ്ങളുടെ വിലപ്പെട്ട ഊർജവും സമയവും കളയരുത്. അവർ വഴി മാറുന്നത് നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള പാത തടസ്സമില്ലാതെ തെളിയാനാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ക്ഷമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സൂചന നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങളാണ്. നിങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തുടങ്ങിയ ജോലികൾ, ഇവയെല്ലാം അവസാന നിമിഷം പാളിപ്പോകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നാം. ഇതിനെ ഒരു പരാജയമായി കണ്ട് തളർന്നിരിക്കരുത്. ഒരു കഷ്ണം സ്വർണം മാറ്റുരച്ച് ശുദ്ധിയാക്കിയെടുക്കണമെങ്കിൽ അതിനെ കഠിനമായ ചൂടിൽ ഉരുക്കേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്തും ക്ഷമയും പുറത്തുകൊണ്ടുവരാൻ പ്രപഞ്ചം നടത്തുന്ന ഒരു ഫയർ ടെസ്റ്റാണിത്. ചെറിയ കാര്യങ്ങളിൽ തട്ടിത്തടയാത്ത വലിയ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെയും ബുദ്ധിയോടെയും നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ കഠിനഘട്ടത്തിൽ സംഭവിക്കുന്നത്. സങ്കീർണമായ പ്രശ്നങ്ങളെ നിങ്ങൾ എത്രത്തോളം ശാന്തതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ വരാനിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ. സാമ്പത്തികമായ ഞെരുക്കം ഈ സമയത്ത് ഒരു വലിയ വെല്ലുവിളിയായി നിങ്ങളെ വേട്ടയാടാറുണ്ട്. കേവലം പണം കൈവശമില്ലാത്ത അവസ്ഥയല്ല ഇവിടെ അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങൾ ഇപ്പോൾ തുടരുന്ന രീതിയിൽ നിന്നു മാറി പുതിയൊരു വരുമാന മാർഗത്തിലേക്കോ വലിയൊരു സംരംഭത്തിലേക്കോ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം എന്ന പ്രപഞ്ചത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതമെന്ന് കരുതുന്ന ആ കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്തു ചാടിക്കാൻ സാമ്പത്തികമായ ഒരു സമ്മർദ്ദം അനിവാര്യമാണ്. ആ ഞെരുക്കമാണ് നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇതുവരെ ശ്രദ്ധിക്കാത്ത വഴികൾ തേടാനും പ്രേരിപ്പിക്കുന്നത്. ലോകത്തിലെ വിഖ്യാതരായ വലിയ സംരംഭകരെല്ലാം തന്നെ ഇത്തരം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും വട്ടപൂജ്യത്തിൽ നിന്നുമാണ് തങ്ങളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള അവസാനത്തെ സമ്പാദ്യവും നഷ്ടപ്പെട്ടാലും പേടിക്കരുത്, കാരണം വലിയൊരു സ്രോതസ്സ് നിങ്ങൾക്കായി തുറക്കപ്പെടാൻ പോകുകയാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും അശാന്തമായേക്കാം. അകാരണമായ ഭയവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിങ്ങളെ വിഴുങ്ങാൻ ശ്രമിക്കും. എന്നാൽ ഈ ഘട്ടത്തിലാണ് നിങ്ങൾ ശാന്തത എന്ന ആയുധം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത്. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ പലരും മനഃപൂർവ്വം ശ്രമിക്കും. നിങ്ങളെ തളർത്താൻ സാഹചര്യങ്ങൾ ഒത്തുകൂടും. എന്നാൽ നിങ്ങൾ എത്രത്തോളം ശാന്തനായിരിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തത വരുന്നു. ഈ വ്യക്തതയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളെ അനാവശ്യമായി വിമർശിക്കുന്നവരോടും കളിയാക്കുന്നവരോടും മറുപടി പറയുന്നതിനു പകരം നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം കണ്ണുനട്ടിരിക്കുക. നിശബ്ദമായി നിങ്ങൾ നടത്തുന്ന ഈ കഠിനാധ്വാനത്തിന്റെ ഫലം നാളെ ലോകം ആദരവോടെ കാണുമ്പോൾ ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ നിങ്ങളെ തേടിയെത്തും.
ജീവിതത്തിലെ കഠിനമായ ഈ യുദ്ധം നിങ്ങൾ ഒറ്റയ്ക്കാണ് നയിക്കുന്നത് എന്ന് ഒരിക്കലും കരുതി നിരാശപ്പെടരുത്. പ്രപഞ്ചം നിങ്ങൾക്കായി തയ്യാറാക്കിയ വലിയൊരു പ്ലാനിന്റെ ഭാഗമാണിത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അവഗണനയും വേദനയും കണ്ണുനീരുമൊന്നും അവസാന വാക്കല്ല. മറിച്ച് നിങ്ങളൊരു വലിയ രാജാവാകാൻ അല്ലെങ്കിൽ ഒരു വലിയ ലീഡറായി മാറാൻ പോകുന്നതിൻ്റെ മുന്നോടിയായുള്ള പരിശീലനം മാത്രമാണ്. നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന പാത എത്ര ഇരുണ്ടതാണെങ്കിലും അതിൻ്റെ അറ്റത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വലിയൊരു വെളിച്ചം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ വെളിച്ചത്തിലേക്കെത്തുമ്പോൾ നിങ്ങൾ പഴയ ആ നിസ്സഹായനായ വ്യക്തിയായിരിക്കില്ല, മറിച്ച് ലോകത്തെ ജയിച്ചടക്കാൻ ശേഷിയുള്ള ഒരു പോരാളിയായിരിക്കും. നിങ്ങളുടെ വളർച്ചയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകരുത്. ഈ കഠിനഘട്ടം നിങ്ങളുടെ വിജയത്തിന്റെ പീഠമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഊർജ്ജവും ആത്മവിശ്വാസവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നന്ദി, നമസ്തേ.